ദുബായിലെ പ്രോപ്പർട്ടി പ്രൈസ് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ഇപ്പോൾ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയ ടൈം ആണോ? അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദുബായിലെ പ്രോപ്പർട്ടി പ്രൈസ് കൂടുതലാണോ കുറവാണോ. നമുക്ക് ഈ വേൾഡിലെ ഓരോ സിറ്റികളിലും ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആകുന്ന വില എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഇന്ത്യയിലെ മേജർ സിറ്റിയായ മുംബൈയിൽ ഒരു സ്ക്വയർ ഫീറ്റ് വാങ്ങാൻ എത്ര രൂപയാവും നോക്കാം. മുംബൈയിൽ ഒരു നല്ല ലൊക്കേഷനിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി വാങ്ങാൻ മിനിമം 1 ലക്ഷം രൂപയാകും. ഇനി ഹോങ്കോങ്ങിൽ 4 ലക്ഷം രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി വാങ്ങാൻ. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ലണ്ടനിലാണെങ്കിലും ലണ്ടനിൽ 2 ലക്ഷം രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി വാങ്ങാൻ. ഇനി ന്യൂയോർക്കിൽ നോക്കാം. ന്യൂയോർക്കിൽ മിനിമം 2.5 ലക്ഷം രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് നല്ലൊരു ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആവുന്നത്. ഇനി ബാക്കിയുള്ള യൂറോപ്പിലെ സിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി വാങ്ങാൻ ആവുന്നത്. ഇനി ഓസ്ട്രേലിയ ആണെങ്കിലോ, ഓസ്ട്രേലിയയിൽ അതുപോലെ തന്നെയാണ് 1 ലക്ഷം രൂപ മിനിമം ആവും ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമിയോ ഒരു പ്രോപ്പർട്ടിയോ നല്ല ലൊക്കേഷനിൽ വാങ്ങാൻ. ഇനി കൊച്ചിയിലാണെങ്കിലോ, കൊച്ചിയിൽ ഒരു പ്രൈം ലൊക്കേഷൻ, ഇപ്പോൾ മറൈൻ ഡ്രൈവോ പനമ്പള്ളി നഗർ പോലെയുള്ള ഒരു പ്രൈം ലൊക്കേഷനിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം 20,000 രൂപയാവും. ഇനി ദുബായിലാണെങ്കിലോ 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി വാങ്ങാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൊച്ചിയിൽ വാങ്ങുന്ന അതേ വിലയ്ക്ക് ദുബായിലും നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഓപ്ഷൻസ് നിലവിലുണ്ട്. അപ്പോൾ ഇനി ദുബായിലെ പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക ദുബായിലെ പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത്.